പാരമ്പര്യവും സംസ്കാരവും ഒരുമിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന നാട്ടറിവിൻ്റെയും ആചാരത്തിൻ്റെയും ഇടം. ഇന്ന് അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഡിവൈൻ ട്രയൽസിൽ. ഐനിക്കാട്ട് ശ്രീ വനശാസ്താ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ കിഴക്കേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കുന്നാഥിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇടതുവശത്ത് പ്രഭാദേവിയോടൊപ്പം ഏകപത്നി സമേതനായി കിഴക്കോട്ട് അഭിമുഖമായാണ് ഇവിടെ ശാസ്താവിരിക്കുന്നത്. അശ്വാരൂഢനായി വായുവിനെ പോലും തോൽപ്പിക്കുന്ന വിധം സഞ്ചരിക്കുകയും നീലപ്പട്ടുടുത്തവനും ഇടത് കൈയിൽ വില്ലും വലതു കൈയിൽ അമ്പുമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറായിരിക്കുന്ന ഭദ്രകാളിയാണ്. നിരവധി ശാസ്താക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ വനാന്തര ഭാഗങ്ങളിലുണ്ടെങ്കിലും നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു ക്ഷേത്രം അപൂർവമാണ്. 8 ഭാവങ്ങളുണ്ട് ശാസ്താവിനെന്നാണ് പറയുന്നത്. അതായത് അഷ്ടശാസ്താക്കൾ: ആദിമഹാശാസ്താവ്, ജ്ഞാനശാസ്താവ്, ധർമ്മശാസ്താവ്, കല്യാണവരദ ശാസ്താവ്, സമ്മോഹന ശാസ്താവ്, സന്താനപ്രാപ്തി ശാസ്താവ്, വീരശാസ്താവ്, വേദശാസ്താവ്. അതിൽ അശ്വാരൂഢനായ യോദ്ധാവിൻ്റെ രൂപത്തിലുള്ള വീരശാസ്താവ് അഥവാ വനശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ടാവും അതിനോടനുബന്ധിച്ച് ഓരോ കഥകൾ പറയാം. അതുപോലെ ഐനിക്കാട്ട് ശാസ്താ ക്ഷേത്രത്തിനുണ്ട് അതിൻ്റേതായ കഥ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. അതായത് സ്വയം ഭൂമിയോട് ചേർന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ഏകദേശം 700ഓളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. പണ്ട് ഈ പ്രദേശം ഒരു ഘോര വനമായിരുന്നു. ഈ പ്രദേശത്ത് ഋഷിതുല്യനായ ഒരു മഹാത്മാവ് ശാസ്താവിനെ ഉപാസിച്ച് സിദ്ധി നേടിയെന്നാണ് പറയുന്നത്. കാലാന്തരത്തിൽ ആ ചൈതന്യത്തെ വിഗ്രഹത്തിൽ ലയിപ്പിക്കാതെ അന്തരീക്ഷത്തിൽ നിലനിർത്തിയതിൻ്റെ പരിണിത ഫലമാണ് ഈ സ്വയംഭൂവായ ക്ഷേത്രമെന്നാണ് പറയുന്നത്. പഴമയുടെ പ്രൗഢിയുണ്ടെങ്കിലും കാലപ്പഴക്കം കൊണ്ട് ഒരു കാലത്ത് ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. വിശ്വാസികളുടെ കൂട്ടവും അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ നിശ്ചയദാർഢ്യവുമാണ് പിന്നീട് ഈ ക്ഷേത്രത്തിന് പുനർജന്മമുണ്ടായത്. ഒരുപാട് ആണ്ട് വിശേഷങ്ങളുണ്ട് ഐനിക്കാട്ട് ക്ഷേത്രത്തിന്. മകരവിളക്ക്, മണ്ഡല മഹോത്സവം, നവരാത്രി, രാമായണ മാസാചരണം, അതുപോലെ വിഷു, ഓണം എന്നിവയൊക്കെ ഇവിടുത്തെ ആഘോഷങ്ങളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആണ്ട് വിശേഷമാണ് തീയാട്ട്. അയ്യപ്പ ശാസ്താ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് തീയാട്ട്. സംഗീതം, നൃത്തം, അഭിനയം, അതുപോലെ തന്നെ ചിത്രകല എന്നിവയെല്ലാം സമന്വയിക്കുന്ന ഒരു ക്ഷേത്ര കലാരൂപം കൂടിയാണ് ഇത്. വഴിപാടുകളുണ്ട് ഐനിക്കാട്ട് ശാസ്താ ക്ഷേത്രത്തിൽ. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശനിദോഷ പരിഹാരത്തിനായി നടത്തുന്ന നീരാഞ്ജനമാണ്. ഇവിടെ പ്രഭാദേവിയോടൊപ്പം ഏകപത്നി സമേതനായിട്ടാണ് ശാസ്താവിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭക്തർ ഏറ്റവും കൂടുതൽ പ്രശ്ന പരിഹാരത്തിന് സമീപിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് തേങ്ങാച്ചോറ്. ശാസ്താവിന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് കൂടിയാണ് തേങ്ങാച്ചോറ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പണ്ടിങ്ങനെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ. എന്താണ് അതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സത്യത്തിൽ 700 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. 19-ാം നൂറ്റാണ്ട് ഏതാണ്ടൊരു പകുതിയായപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ വളരെ ശോചനീയമായ അവസ്ഥ, ജീർണാവസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം. മഴയും വെയിലും കാറ്റും എല്ലാം കൊണ്ടിട്ടാണ് ഇവിടെ ശാസ്താവ്. അത് മാത്രമല്ല, ഇവിടെ ആരാധന നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുണ്ടായില്ല. ഏത് ക്ഷേത്രമാണെങ്കിലും ഏത് മൂർത്തിയാണെങ്കിലും ശരി,
ആരാധന കൂടുമ്പോഴാണ് ആ മൂർത്തിക്ക് ശക്തി കൂടുന്നത്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ ഒരു ജാതിക്കും ഒരു മതത്തിനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് പറയുന്നതല്ല. പക്ഷേ ഇവിടെ ചുറ്റുമുള്ള വാസികൾ പറയും ഹിന്ദുക്കളല്ലാതായി തീർന്നതുകൊണ്ട് ഈ അമ്പലത്തിൽ വേണ്ട വിധത്തിലെ പൂജയോ ആരാധനയോ നടക്കാതെ വന്ന് വല്ലാത്തൊരു ശോചനീയ അവസ്ഥയിലേക്ക് എത്തിത്തീരുകയായിരുന്നു ഈ ക്ഷേത്രം ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നീടാണ് അല്ലേ നവീകരണ പ്രവർത്തനങ്ങൾ. അതിനുശേഷമാണ് സത്യത്തിൽ ഈ ഭാഗത്ത് ഈ പാറമേക്കാവ് ദേശം എന്ന് പറയും. പാറമേക്കാവ് ഈ ദേശത്തിലെ ചില ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് മുൻകൈയെടുത്ത് ഇവിടുത്തെ പൂജാവിധികളൊക്കെ വേണ്ട വിധത്തിൽ നടപ്പാക്കി ശങ്കരാചാര്യർ വരെ പൂജിച്ചിട്ടുള്ളതാണ് വനശാസ്താവ് അല്ലെങ്കിൽ വീരശാസ്താവ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ഈ വീരശാസ്താവ് അല്ലെങ്കിൽ വനശാസ്താവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ശാസ്താക്കളാണ് സാധാരണ, അഷ്ടശാസ്താക്കൾ എന്നാണ് പറയുക. അഷ്ടശാസ്താക്കളുടെ അഷ്ടോത്തരം നമുക്ക് ഞാൻ ആ എൻ്റെ പുസ്തകത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വീരശാസ്താവ് വനശാസ്താവ് എന്ന് പറഞ്ഞാൽ യോദ്ധാവാണ് അദ്ദേഹം. പിന്നെ ഒരു വലിയ പ്രത്യേകത എന്ന് കേട്ടത് ഇവിടെ പ്രഭാദേവിയോടൊപ്പമാണ് അല്ലേ, ഏകപത്നി സമേതനാണ്. അതെ, വളരെ 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 ശരിയാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ശാസ്താവിന് 2 ഭാര്യമാർ, അതായത് പൂർണ്ണയും പുഷ്കലയും എന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇവിടെയും അതേപോലെ നമ്മൾ കുതിരാനിൽ പാലക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് കുതിരാനിൽ അവിടെ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട്. ഈ 2 സ്ഥലത്തും മാത്രമാണ് ഏകപത്നി വ്രതത്തോടെയുള്ള, അതായത് പ്രഭാദേവി എന്നാണ് പത്നിയുടെ നാമം എന്നാണ് പറയപ്പെടുന്നത്. ഏകപത്നിയോട് കൂടിയുള്ള ശാസ്താവിനെ കാണുന്നത്, വീരശാസ്താവിനെ കാണുന്നത് ഈ 2 ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. ഇത് പലർക്കും അറിയില്ല എന്ന് തോന്നി. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ 2 ക്ഷേത്രങ്ങളും തമ്മിൽ. ഇവിടെ പ്രഭാദേവി മാത്രമേ ഉള്ളുവെങ്കിൽ അവിടെ പ്രഭാദേവിയോടൊപ്പം ഏകപുത്രനും കൂടി ഉണ്ട് എന്നുള്ളതാണ് കുതിരാൻ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇതിൽ കുതിരാനിലെ ക്ഷേത്രത്തിലാണ് ശ്രീശങ്കരാചാര്യർ വന്ന് പൂജിച്ച് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുത. അത് മകൻ്റെ പേര് സത്യകൻ എന്നാണ്. പ്രഭാദേവിയുടെയും ശാസ്താവിൻ്റെയും മകൻ സത്യകനാണ്. അവിടെ സത്യകനും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ശാസ്താവും ഏകപത്നിയായ ശാസ്താവും അതെ പ്രഭാദേവിയുമാണുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് കൂടുതലും അവരുടെ ഓരോ പ്രശ്നത്തിനായിട്ട് ശാസ്താവിനെ തേടിയെത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഈ യോദ്ധാവ് എന്ന് പറയുമ്പോൾ എന്തിനേയും എതിർത്ത് തോൽപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് യോദ്ധാവ്. അത് ദൈവത്തിൻ്റെ രൂപത്തിലൊരു പ്രത്യേകതയുണ്ട്. ശനിദോഷ നിവാരണത്തിന് ഇതിനേക്കാളും വലിയ മറ്റൊരു കാരണം എന്താ വെച്ചാൽ ശനിയുടെ ദേവൻ എന്ന് പറയുന്നത് ശാസ്താവാണ്. അപ്പോൾ ശാസ്താവിൻ്റെ എന്തൊക്കെയാണോ അനുജ്ഞ അത് പൂർത്തീകരിക്കുക, സഫലീകരിക്കുക എന്നുള്ളതാണ് ശനിദേവൻ്റെ പ്രധാനമായിട്ടുള്ള. ഈ 2 ദിക്കിലും മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ശനീശ്വരനാണെങ്കിലും ശരി ശാസ്താവാണെങ്കിലും ശരി ആ കൃത്യനിഷ്ഠ തെറ്റിക്കാതെ ധർമ്മം നോക്കാതെ ധർമ്മം നോക്കി പ്രവർത്തിക്കുന്നവരെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ എന്നുള്ളതാണ്. ക്ഷേത്ര കലാരൂപമാണ് തിയാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠാന കലയാണ്. അഭിനയം, നൃത്തം, സംഗീതം, ചിത്രകല എല്ലാം കൂടി സമന്വയിച്ചു വരുന്ന എല്ലാ സുകുമാര കലകളുടെയും ഒരു സമ്മേളനമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അയ്യപ്പൻ തിയാട്ട്. ഇത് ശരിക്കും അയ്യപ്പ ശാസ്താ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന. അതായത് ശരിക്ക് അയ്യപ്പ ക്ഷേത്രങ്ങളിലെ പഴയ മനകളിലെ ഉള്ള കുടിയിരിപ്പ് ദൈവം ഇതുണ്ടാവും. അങ്ങനത്തെ മനകളിൽ ഒക്കെയാണ് അയ്യപ്പൻ തീയാട്ട് പുരാതനമായിട്ട് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ പലപ്പോഴും ഉപദൈവങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അയ്യപ്പൻ തീയാട്ട് വരുന്നുണ്ട്, അലങ്ങേറി വരുന്നുണ്ട്. ഇതൊരു പ്രത്യേകതരം ധൂളി അല്ലേ, പൊടി ഉപയോഗിച്ചിട്ടാണ് കലം വരയ്ക്കുന്നത്. പഞ്ചവർണ്ണ പൊടികളെ കൊണ്ട്, പ്രകൃതിദത്തമായ പഞ്ചവർണ്ണ പൊടികൾ, അതായത് ഉമിക്കരി പൊടിച്ചുള്ള കരിപ്പൊടി, അതുപോലെ അരി പൊടിച്ചുള്ള വെള്ളപ്പൊടി, പിന്നെ വരുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ വാഗയില അല്ലെങ്കിൽ മഞ്ചാടി ഇല പൊടിച്ചുള്ള പച്ചപ്പൊടി, പിന്നെ വരുന്നത് ഈ മഞ്ഞൾപ്പൊടിയിൽ ചുണ്ണാമ്പുമായി സമ്മേളിപ്പിച്ച് നമ്മൾ സമന്വയിപ്പിച്ച് അത് ചുവന്ന പൊടി, അതാണ് ചുവന്ന. ഇത്തരം 5 വർണ്ണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ അയ്യപ്പൻ്റെ കളം വരയ്ക്കുന്നത്.
ഈ അയ്യപ്പൻ്റെ കളം വരയ്ക്കുന്നതിൽ തന്നെ പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ ഈ അമ്പലത്തിൽ വനശാസ്ത്ര ക്ഷേത്രമായതുകൊണ്ടാണ് നമ്മൾ കുതിരവാഹനമായിട്ട് ശരിക്കും അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്, വാജിവാഹനമാണ്. ചില ക്ഷേത്രങ്ങൾ പറയും നമുക്ക് പുലിയാണ് വേണ്ടത്, അതിനനുസരിച്ച് മാറും. അപ്പൊ നമ്മൾ വേണ്ടത് പുലി വാഹനമായിട്ട് വരയ്ക്കും, പ്രഭാമണ്ഡലമായിട്ട് വരയ്ക്കും. അയ്യപ്പന്റെ ചുറ്റും ഒരു പ്രഭാമണ്ഡലം ഉള്ള രൂപത്തിൽ വരയ്ക്കും. അയ്യപ്പന്റെ ഭാര്യ പ്രഭ, മകൻ സത്യകൻ എന്നുള്ള സങ്കല്പത്തിൽ 3 രൂപങ്ങളായിട്ട് അയ്യപ്പൻ ഒരു വശത്ത് ഭാര്യയെയും ഒരു വശത്ത് മകനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന 3 രൂപക്കളമായിട്ട് വരയ്ക്കാറുണ്ട്. പിന്നെ ചില അപൂർവമായിട്ട് മറ്റേ ആന വാഹനമായിട്ട് വരയ്ക്കാറുണ്ട്. എന്താ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ചില അമ്പലത്തിന്റെ സവിശേഷത അനുസരിച്ച് അവിടുത്തെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ട് നമ്മൾ കളം വരയ്ക്കാറുണ്ട്. ഇതിൽ പുറമെ ഉദയാസ്തമനം തീയാട്ട് എന്ന് പറയുന്ന ഒരു തീയാട്ടുണ്ട്. ഏറ്റവും വലിയ തീയാട്ടാണ്. അതിൽ അഷ്ടദളമാലയായിട്ട് സ്വസ്തിക്കും അഷ്ടദളമാലയായിട്ടുള്ള വലിയൊരു വലിയ പത്മക്കളം വരയ്ക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കളത്തിന്റെ ഒരു ഇതായിട്ട് വേദങ്ങളായിട്ട് വരുന്നത്. ഇതൊരു പ്രത്യേക സമുദായക്കാര് തീർച്ചയായും. അതായത് ഇത് തീയാടി നമ്പ്യാർ എന്നൊരു ഏറ്റവും മൈന്യൂട്ടസ്റ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അതായിരിക്കും ശരി. മൈന്യൂട്ട് കമ്മ്യൂണിറ്റിയുടെ കുടുംബ, അതായത് ഇതാണ് എന്താ പറയുക, കുലത്തൊഴിലാണ് ഈ അയ്യപ്പൻ തീയാട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു 8 തറവാട്ടുകാരേ ഉള്ളൂ ഇപ്പോ നിലവില് അല്ല, മൊത്തത്തിൽ 8 തറവാട്ടുകാരാണ് ഈ തീയാടി നമ്പ്യാർ സമുദായത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിപ്പോയ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ തീയാട്ട് നടത്തുന്നത്. അതിൽ തന്നെ തീയാട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആകുന്ന ആൾക്കാർ വളരെ കുറച്ച് പേരെ ഇപ്പോൾ തീയാട്ടുമായി ബന്ധപ്പെട്ട് നടന്നു പോകുന്നുള്ളൂ. ഈ കുലത്തൊഴിലുമായിട്ട് കൊണ്ട് നടന്നു പോകുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരും മറ്റു ജോലികളുമായിട്ടും വിദേശത്തൊക്കെ ആയിട്ട് ഈ ജോലി ആയതുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഇതിലേക്കില്ല. നീലനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലേ? അപ്പൊ വേണ്ടത്ര സമയം കിട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള കലകൾക്ക് വേണ്ടി? ഞാൻ പലപ്പോഴും എൻ്റെ മേലുദ്യോഗസ്ഥരുടെ അനുമതി കിട്ടുന്നുണ്ട്. മേലുദ്യോഗസ്ഥർ എനിക്ക് ലീവ് തരാറുണ്ട്. പറ്റാവുന്ന പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നൈറ്റ് കയറി അടുത്ത ദിവസം റെസ്റ്റ് ഉണ്ടല്ലോ, റെസ്റ്റ് ചെയ്ത സമയത്തൊക്കെ പോകും. അങ്ങനെ ഒരുപാട് ഞാൻ ത്രൂ ഔട്ട് ഇതിലേക്ക് ഇറങ്ങുന്നില്ല, കാരണം എൻ്റെ ജോലിയുടെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. എങ്കിലും പോലും എൻ്റെ കുലത്തൊഴിലിൻ്റെ ഒരു കൊണ്ടു നടക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തിന് ഞാൻ പരമാവധി ഇതിലേക്ക് സമയം ചെലവഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ക്ഷേത്ര കലയാണ്, ഒരു അനുഷ്ഠാന കലയാണ്. കാലം കഴിയുമ്പോൾ ഇത് അന്യം നിന്ന് പോകുന്നു തോന്നുന്നുണ്ടോ? സാധ്യതകളേറെയാണ്. സമുദായക്കാരാണ്, അപ്പൊ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ സാധ്യതകളേറെയാണ്. ഇപ്പോൾ ഉള്ളതില് എൻ്റെ അമ്മാവനും അപ്പനും, അതായത് അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ, അപ്പനും അമ്മാവനുമാണ് ഇതിൽ ഏറ്റവും തലമുതിർന്ന കാരണവരായിട്ട് രണ്ടുപേരുള്ളത്. പിന്നെ ബന്ധുക്കളായിട്ടുള്ള ഒരു 3-4 ആൾക്കാരും കൂടി, അല്ലെങ്കിൽ 4-5 ആൾക്കാരും കൂടി ഉണ്ട്. പിന്നെ ഞാനുണ്ട്, പിന്നെ എൻ്റെ കസിൻസ് ആയ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. പക്ഷെ അവരും പൂർണ്ണമായി ഇതിനെല്ലാ ഭാഗങ്ങളും പഠിച്ചിറങ്ങാൻ പ്രാപ്തിയായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് ആൾക്കാരാണ്. അങ്ങനെ സാധ്യതകൾ ഏറെയാണ്. എന്നാലും പഠിപ്പിച്ചു വരുന്നുണ്ട്, പുതുതലമുറയെ കുറേശ്ശെങ്കിലും പഠിപ്പിച്ചു വരുന്നുണ്ട്. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടല്ലേ? പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെ പാരമ്പര്യമായിട്ടല്ലാതെ വേറൊരു രീതിയിലും ഈ കല പഠിപ്പിക്കാൻ പറ്റൂലല്ലോ. ഇല്ല, അതായത് വിദേശികളൊക്കെ വന്നിട്ട് ഇതിന്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ അതിനെ കുറിച്ചൊരു ഡോക്യുമെന്റ് ചെയ്യാനൊക്കെ വേണ്ടി പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ അത് അമ്പലങ്ങളിലൊന്നും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. എത്ര സമയം എടുക്കും ഏകദേശം ഒരു കളം വരച്ചെടുക്കാൻ? നമുക്കൊരു നല്ല രീതിയിലുള്ള വലിയ കളം വരയ്ക്കാൻ അത് അടിയന്തര കളം ഒരു അരമണിക്കൂറിനുള്ളിൽ വരച്ച് തീർക്കുന്നതല്ലാണ്ട് കുറച്ച് ബൃഹത്തോതിൽ കളം വരച്ചെടുക്കാൻ 3 മണിക്കൂർ 3.5 മണിക്കൂർ, ഇതിനേക്കാൾ വലിയായിട്ട് കുറച്ചുകൂടിയൊക്കെ ആയിട്ട് എഴുതുമ്പോൾ 4 മണിക്കൂറൊക്കെ എടുത്ത്, എങ്കിലും 4 മണിക്കൂർ കൊണ്ട് ഒരു വൃത്തിയായിട്ടുള്ള ഒരു കളം നന്നായിട്ട് എഴുതാൻ പറ്റുന്ന 2 ആൾക്കാരുണ്ടെങ്കിൽ വൃത്തിയായിട്ട് 4 മണിക്കൂർ കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റും.
യാത്രയും അവസാനിക്കുമ്പോൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുപാട് നിമിഷങ്ങളിങ്ങനെ മനസ്സിൽ ചേർന്നിരിക്കും. ചിലയിടങ്ങൾ ഇങ്ങനെ വാക്കുകളേക്കാൾ നിശബ്ദമായി സംസാരിക്കും. അങ്ങനെയൊരു നിമിഷത്തോടൊപ്പം ഈ യാത്രയും ഇവിടെ തീരുകയാണ്. ഡിവൈൻ ട്രെയിൽസിൽ ഇനി പുതിയ എപ്പിസോഡുമായി കാണാം.